Good morning, everyone. So we are moving on to the second chapter of working capital management. That is working capital cycle and working capital financing. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നുള്ളതും പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ദാറ്റ് മീൻസ് ദ എമൗണ്ട് ദാറ്റ് ഈസ് ലോക്ക്ഡ് അപ്പ് ഇൻ കറണ്ട് അസറ്റ്സ് അത് നമ്മൾ പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലൂടെയാണ് ഫിനാൻസ് ചെയ്യുക ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻ ദ ഫസ്റ്റ് ചാപ്റ്റർ ഇറ്റ്സെൽഫ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അതൊക്കെ തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ദ മണി ദാറ്റ് ഈസ് നീഡഡ് ടു മീറ്റ് ദി എക്സ്പെൻസസ് ഓഫ് ദി ഡേ ടു ഡേ എക്സ്പെൻസസ് ഓഫ് കമ്പനി. ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പണം ആവശ്യമുണ്ട്. ആ പണമാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. So whatever amount is locked up in current assets, അതാണ് ഈ working capital. So it is the money or capital which is locked up in current asset. The capital which is used to manage the day-to-day operating expenses of business. അത് തന്നെയാണ് working capital എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the term working capital is commonly used for the capital required for day-to-day working in the business. എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഡേ ടു ഡേ എക്സ്പെൻസസ് എന്തൊക്കെയാണ് വരിക? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, സാലറി കൊടുക്കുക, വേജസ് കൊടുക്കുക, റെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന പണമാണ്, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ കരുതുകയോ അല്ലെങ്കിൽ കറണ്ട് അസറ്റുകളിൽ ലോക്ക് ചെയ്ത് മാറ്റി വെക്കുന്ന തുകയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരത്തിലുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന തുക, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് അസറ്റിലേക്ക് നിക്ഷേപിച്ച് വെച്ചിരിക്കുന്ന തുക. എന്തിനാണ് കറണ്ട് അസറ്റിൽ നിക്ഷേപിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി ലിക്വിഡാണ്, പെട്ടെന്ന് തന്നെ നമുക്കത് ക്യാഷാക്കി മാറ്റാം. അപ്പോൾ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ആ കറണ്ട് അസറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാഷാക്കി മാറ്റാം. അപ്പോൾ സോ വാട്ട് എവർ എമൗണ്ട് ഈസ് കെപ്റ്റ് ടു മീറ്റ് ദി ഡേ ടു ഡേ എക്സ്പെൻസസ് ഓഫ് എ കമ്പനി ഓർ വാട്ട് എവർ എമൗണ്ട് വിച്ച് ഈസ് ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്, ആ ഒരു പണത്തിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റിക്വയർഡ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. അപ്പോൾ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പണം, അതാണല്ലോ വർക്കിംഗ് ക്യാപിറ്റൽ. ആ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ പ്രൊക്യൂർ ചെയ്യാം, എവിടെ നിന്നൊക്കെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും, ആ കണ്ടെത്തിയ തുക ഇഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ, ഹൗ വി ക്യാൻ പ്രൊക്യൂർ ദ ഫണ്ട് ഫോർ വർക്കിംഗ് മീറ്റിംഗ് ദ ഡേ ടു ഡേ എക്സ്പെൻസ്, ദാറ്റ് മീൻസ് ഹൗ വി ക്യാൻ പ്രൊക്യൂർ ദ മണി ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഹൗ വി ക്യാൻ ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ദാറ്റ് ഫണ്ട്. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ ആൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നുള്ളത് തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംഗതിയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ? Operating cycle is the total time gap between the purchase of raw material and the receipt of debtors. അപ്പോൾ നമുക്കറിയാം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയിൽ നമുക്ക് എന്തൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെങ്കിലും റോ മെറ്റീരിയൽസ് വേണം, അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും. ഈ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുന്നു, റോ മെറ്റീരിയൽസിൽ പ്രോസസ്സ് ചെയ്ത് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാകുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ് ആകുന്നു, ഫിനിഷ്ഡ് ഗുഡിനെ നമ്മൾ ഒരാൾക്ക് വിൽക്കുന്നു. ആ വിൽക്കുന്നയാൾ നമ്മളുടെ കടം പറഞ്ഞാണ്, ഡെറ്ററായിട്ടാണ് മേടിക്കുന്നതെങ്കിലോ അയാൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വാങ്ങുന്നു. നമുക്ക് ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വാങ്ങുന്ന അപ്പോൾ തന്നെ നമുക്ക് ക്യാഷ് കയ്യിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നീട് ആ ഡെറ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പണം നമ്മൾക്ക് തിരിച്ച് കിട്ടണം. അപ്പോൾ റെസീപ്റ്റ് ഫ്രം ഡെറ്റേഴ്സ്, ആ ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ കയ്യിലുള്ള പൈസ റോ മെറ്റീരിയലായി മാറുന്നു, റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആയി മാറുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡായി മാറുന്നു, ഫിനിഷ്ഡ് ഗുഡ് ഡെറ്റർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് കൊണ്ടുപോകുന്നു, അത് കഴിഞ്ഞ് ആ ഡെറ്റേഴ്സിൻ്റെ റെസിപ്റ്റ് വീണ്ടും പണമാകുന്നു. സോ ദ ടൈം ടേക്കൺ ഇൻ ദിസ് പ്രോസസ്സസ്, ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് റോ മെറ്റീരിയലായി ഇതെല്ലാം സംഭവിച്ച് വിറ്റ് വീണ്ടും നമ്മുടെ കയ്യിൽ ക്യാഷ് എത്തുന്ന ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ടൈം ഗ്യാപ്പാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ടോട്ടൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ദ റെസീറ്റ് ഓഫ് ഡെറ്റേഴ്സ്. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഈ ടോട്ടലി ബേസ്ഡ് ഓൺ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൂടുതൽ ഉള്ള കമ്പനികൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. കാരണം എന്താണ്? അവരുടെ കയ്യിലുള്ള പണം റോ മെറ്റീരിയൽസിലേക്ക് ഇറക്കിയിട്ട് വീണ്ടും ആ പണം തിരിച്ചു കിട്ടണമെങ്കിൽ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം.
അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പണം കറണ്ട് അസറ്റിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം കുറച്ച് ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് മാത്രം ആവശ്യമുള്ള കമ്പനികളാണെങ്കിലോ, ദാറ്റ് മീൻസ് അവരെ റോ മെറ്റീരിയലിലേക്ക് പണം ഇറക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വിറ്റ് പണമായി തിരിച്ച് കയ്യിൽ തന്നെ എത്തുന്നു. റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡായി അത് വിറ്റ് പെട്ടെന്ന് പണമായി കയ്യിൽ തിരിച്ചെത്തുന്നു. അപ്പം നമുക്ക് പണത്തിൻ്റെ ഒരു ലഭ്യത കുറവ് അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പണം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കണ്ടെത്തേണ്ട ആവശ്യവുമില്ല. Okay, it's already discussed the working capital required to sustain the level of planned operation is determined by calculating all the individual components of current assets and current liabilities. So, working capital estimation is made on the basis of analysis of each and every component in the working capital. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷനും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നുള്ളത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്? കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻ ടു റോ മെറ്റീരിയൽ. അത് കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആകുന്നു, വർക്ക് ഇൻ പ്രോഗ്രസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നു, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിൽക്കുന്നു. അത് നമുക്ക് ക്യാഷ് സെയിൽസ് ആകാം, ക്രെഡിറ്റ് സെയിൽസ് ആകാം. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളിവിടെ ക്യാഷ് കൊണ്ട് റോ മെറ്റീരിയൽ വാങ്ങി വർക്ക് ഇൻ പ്രോഗ്രസ് ആയി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയി ക്യാഷ് സെയിൽസ് ക്യാഷ് നമുക്ക് കിട്ടുന്നു. അവിടെ കൊണ്ട് ഓപ്പറേറ്റിംഗ് സൈക്കിൾ അവസാനിക്കുന്നു. അതേസമയം ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലോ, നമ്മൾ കടത്തിനാണ് വിറ്റതെങ്കിലോ ആ ഡെറ്റേഴ്സിൻ്റെ നിന്ന് വീണ്ടും ആ ബിൽസ് റിസീവബിൾ വീണ്ടും ക്യാഷായി മാറണം. ഇതായിരിക്കും ഓപ്പറേറ്റിംഗ് സൈക്കിൾ. സോ ക്രെഡിറ്റ് പീരിയഡ് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ് ഫോർ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, ഇൻവെൻറ്ററി ആൻഡ് ക്രെഡിറ്റേഴ്സ് ഫോർ വേജസ് ആൻഡ് ഓവർ ഹെഡ്സ്. പിന്നെ ക്രെഡിറ്റ് പീരീഡ് ഉണ്ടാവും, എത്ര സമയം കൊണ്ട് വേണം തിരിച്ച് ബിൽസ് റിസീവബിൾ തിരിച്ച് പിടിക്കാൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷനും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ദി ഡ്യൂറേഷൻ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഡ്യൂറേഷൻ ഓഫ് ഈച്ച് ഓഫ് ദീസ് സ്റ്റേജസ് ലെസ് ക്രെഡിറ്റ് പീരിയഡ് അലൗഡ് ബൈ ദി സപ്ലയർ ഓഫ് ദി ഫേം. എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ? റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരിയഡ് ആർ പ്ലസ് വർക്ക് ഇൻ പ്രോസസ് പീരിയഡ് ഡബ്ല്യു പ്ലസ് ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോറേജ് പീരിയഡ് എഫ് പ്ലസ് ഡെറ്റേഴ്സ് കളക്ഷൻ പീരിയഡ് ഡി മൈനസ് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരിയഡ്. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കിട്ടണമെങ്കിൽ നമ്മളിത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് എഫ് പ്ലസ് ഡി മൈനസ് സി. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഫോർമുല കിട്ടും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ആണ്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ? ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, മിനിമം കോസ്റ്റ്, ബാലൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഫ്ലെക്സിബിലിറ്റി, ദ ഒപ്റ്റിമം യൂസ് ഓഫ് ഫണ്ട്സ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. ഒരു വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വർക്കിംഗ് ക്യാപിറ്റൽ കമ്പനിക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പണം നമ്മൾ കറണ്ട് അസറ്റിൽ ലോക്ക് ചെയ്തിടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനൊരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഉറപ്പ് വരുത്തേണ്ടത് അവൈലബിലിറ്റി ഓഫ് ഫണ്ടാണ്. കറണ്ട് നീഡ്സിനും ഫ്യൂച്ചർ നീഡ്സിനും ആവശ്യമായിട്ടുള്ള അത്രയും ഫണ്ട്, അഡ്വക്കേറ്റ് ഫണ്ട് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഷുഡ് എൻഷുർ അഡ്വക്കേറ്റ് സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഫോർ കറണ്ട് ആൻഡ് ഫ്യൂച്ചർ നീഡ്സ്. ആവശ്യത്തിന് ഫണ്ട് ഇപ്പോഴും വേണം. ഫ്യൂച്ചർ നീഡ്സ് നമുക്ക് വല്ല എസ്റ്റാബ്ലിഷ്മെൻറ്റ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു കമ്പനി ഫ്ലറിഷ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മുന്നിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ഒരു ഫണ്ട് നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ടിരിക്കണം. സോ സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ ഷുഡ് ബി ദെയർ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ഫോം ചെയ്യാൻ. പിന്നെ മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഷുഡ് ഫൈൻഡ് ദ വേസ് ടു റേസ് ദ ഫിനാൻസ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ട്, കമ്പനിയുടെ ഫംഗ്ഷനിങ്ങിൻ്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ആ വർക്കിംഗ് ക്യാപിറ്റൽ എവിടെ നിന്നൊക്കെ ഫിനാൻസ് ചെയ്യാം? ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് വരുന്ന രീതിയിലുള്ള സോഴ്സുകളിൽ നിന്ന് വേണം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള സോഴ്സുകൾ എന്നുള്ളത് നമ്മൾ വീണ്ടും കാണും. അപ്പോൾ അതിലെ തന്നെ ഏറ്റവും മിനിമം കോസ്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ റേസ് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. പിന്നെ എപ്പോഴും ബാലൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി. പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി ഈസ് വെരി മച്ച് കണക്റ്റഡ്. അപ്പോൾ കറണ്ട് അസറ്റ് കൂടുന്നതനുസരിച്ച് ലിക്വിഡിറ്റി കൂടും, റിസ്ക് കുറയും. പക്ഷേ വാട്ട് ഹാപ്പൻ ടു ദ പ്രോഫിറ്റബിലിറ്റി അത് നമുക്ക് ഇതിൽ കാണാം. അപ്പോൾ എപ്പോഴും ഒരു ബാലൻസ് വേണം പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും തമ്മിൽ. ലിക്വിഡിറ്റി നമുക്കറിയാം, കറണ്ട് അസറ്റിലുള്ള നിക്ഷേപം കൂടുന്നതനുസരിച്ച് ലിക്വിഡിറ്റി കൂടും. ബട്ട് വാട്ട് ഹാപ്പൻസ് ടു ദ പ്രോഫിറ്റബിലിറ്റി? സോ ദർ ഷുഡ് ഓൾവേസ് ബി എ ബാലൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി.
എപ്പോഴും അത് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി കൂടുന്തോറും പ്രോഫിറ്റബിലിറ്റി കുറയും, പ്രോഫിറ്റബിലിറ്റി കൂടുന്തോറും ലിക്വിഡിറ്റി കുറയും, ലിക്വിഡിറ്റി കൂടുന്തോറും പ്രോഫിറ്റബിലിറ്റി കുറയും, ലിക്വിഡിറ്റി കുറയും തോറും പ്രോഫിറ്റബിലിറ്റി കൂടും. അപ്പോൾ ദർ ഷുഡ് ബി എ ബാലൻസ് എന്ന് കരുതി പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ വളരെ ലിക്വിഡിറ്റി കുറച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്, കമ്പനിയുടെ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്ത് പോവില്ല. സോ ദർ ഷുഡ് എ ബാലൻസ് ഷുഡ് ബി ദെയർ ബിറ്റ്വീൻ ദ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അത് നമ്മൾ വളരെയധികം മനസ്സിൽ സൂക്ഷിക്കണം വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ. പിന്നെ ഫ്ലെക്സിബിലിറ്റി, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു മേക്ക് ചേഞ്ചസ് അക്കോർഡിംഗ്ലി. നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ സെറ്റ് ചെയ്തു, പക്ഷേ ആ പ്ലാന് ഭയങ്കര പെർമനൻറ്റ് നേച്ചറായി പോകരുത്. നമുക്ക് ഓരോ കറണ്ട് സിനേറിയോസ് അനുസരിച്ച്, ബിസിനസ് സിറ്റുവേഷൻസ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് ഫ്ലക്ച്വേഷൻസും ഫ്ലെക്സിബിലിറ്റിയും കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലൊരു വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഈ കറണ്ട് അസറ്റിലെ നിക്ഷേപം ചിലപ്പോൾ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. അതിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കണം, സ്റ്റാറ്റിക് പ്ലാൻ ആയിരിക്കരുത്. പിന്നെ എപ്പോഴും ഒപ്റ്റിമം യൂസ് ഓഫ് ദി ഫണ്ട്സ്. ദാറ്റ് മീൻസ് ദ ഫണ്ട്സ് വിച്ച് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് പണം നമ്മൾ പ്രൊക്യൂർ ചെയ്തു, പല പല സോഴ്സസിൽ നിന്ന് നമ്മൾ ഫിനാൻസ് ചെയ്തു. ആ പണത്തിൻ്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ നമ്മൾ നന്നായി ഉറപ്പുവരുത്തണം. ആ പണത്തിൻ്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ്റെ ഒരു പ്ലാനും കൃത്യമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാനിൽ പറഞ്ഞു പോകണം. ഓക്കെ, പിന്നെ അടുത്തത് കാണാൻ പോകുന്ന വർക്കിംഗ് ക്യാപിറ്റൽ പോളിസിയെക്കുറിച്ചിട്ടാണ്. എവറി ഫേം ഹാസ് ഇറ്റ്സ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി. ഈ വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 ആസ്പെക്ട്സുകളെ ഊന്നിക്കൊണ്ടാണ്. എന്തൊക്കെയാണ് 2 ആസ്പെക്ട്സ്? ഇഫക്റ്റ് ഓഫ് കറണ്ട് അസറ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി. ഈ കറണ്ട് അസറ്റ് അതേപോലെ പ്രോഫിറ്റബിലിറ്റിയും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അവ തമ്മിലുള്ള ബന്ധം എന്താണ്? പിന്നെ എങ്ങനെയാണ് ഈ കറണ്ട് അസറ്റ് ഫിനാൻസ് ചെയ്യപ്പെടുന്നത്? എന്ന് വെച്ചാൽ ഈ കറണ്ട് അസറ്റിൽ പണം നിക്ഷേപിക്കണമല്ലോ അല്ലേ, ആ നിക്ഷേപിക്കേണ്ട പണം നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തുന്നു? ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ പോളിസിയുടെ 2 ആസ്പെക്റ്റായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇഫക്റ്റ് ഓഫ് കറണ്ട് അസറ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി, ദ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി വേഴ്സസ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റും പ്രോഫിറ്റബിലിറ്റിയും തമ്മിൽ എന്ന് പറയുന്നത് ആക്ച്വലി ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്ന സംഗതി തന്നെയാണ്. ലിക്വിഡിറ്റി വേഴ്സസ് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും അനാലിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് അസറ്റിൻ്റെ ഇഫക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും പ്രോഫിറ്റബിലിറ്റിയിൽ. കാരണം എന്താണ്? ലിക്വിഡിറ്റി കൂടുമ്പോൾ, കറണ്ട് അസറ്റിൽ നിക്ഷേപം കൂടുമ്പോൾ ലിക്വിഡിറ്റി കൂടും. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കറണ്ട് അസറ്റ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് ചെയ്യുന്ന വഴിയായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഫിനാൻസിങ് കറണ്ട് അസറ്റ്. ഇപ്പോൾ ലിക്വിഡിറ്റി വേഴ്സസ് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് അസറ്റ് പ്രോഫിറ്റബിലിറ്റി തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇഫ് എ ഫേം മെയിൻറ്റെയിൻസ് ഹൈ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. ഒരു ഫേം ഹൈ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്, അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കറണ്ട് അസറ്റുകളിൽ കൂടുതൽ പണം നിക്ഷേപിച്ചിരിക്കുകയാണ്. ലോട്ട് ഓഫ് ഫണ്ട് ഈസ് ലോക്ക്ഡ് അപ്പ് ഇൻ കറണ്ട് അസറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ലോട്ട് ഓഫ് മണി ഈസ് ലോക്ക്ഡ് അപ്പ് ഇൻ കറണ്ട് അസറ്റ്, ഹൈ ലെവൽ ഓഫ് കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അങ്ങനെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഒരുപാട് പണം നമ്മൾ കറണ്ട് അസറ്റിൽ ലോക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹൈ ലിക്വിഡിറ്റി ഉണ്ടാകും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും. ദർ ഷുഡ് ബി സഫിഷ്യൻറ്റ് ക്യാഷ് ടു പേ ദ ലയബിലിറ്റീസ് ആൻഡ് മീറ്റ് എക്സ്പെൻസസ്. ലയബിലിറ്റീസ് പേ ചെയ്യാനും എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് സാധിക്കും. കാരണം നമ്മളുടെ ഹൈ ലിക്വിഡാണ് നമ്മളുടെ കയ്യിലുള്ള പണം. സഫിഷ്യൻറ്റ് ക്യാഷ് ഫോർ ഇൻവെൻട്രീസ് ടു എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. ഇൻവെൻട്രീസിലൊക്കെ വേണ്ടിയിട്ട് പണം ചിലവഴിക്കാൻ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ കറണ്ട് അസറ്റിന് വേണ്ടി ചിലവഴിക്കാൻ, ഇൻവെൻട്രി ഒരു കറണ്ട് അസറ്റാണ്. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റിന് വേണ്ടി ചിലവഴിക്കാൻ ഇഷ്ടം പോലെ പൈസയുണ്ട്. കാരണം നമ്മൾ കൂടുതൽ പണവും കറണ്ട് അസറ്റിലേക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, ഹൈ ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള റിസ്ക്കും ഇല്ല. ഇൻവെൻട്രി ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ മേടിച്ച് കൂട്ടാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ സ്റ്റോക്ക് ഔട്ടിന് സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഒരിക്കലും നിർത്തലാക്കപ്പെടുന്നില്ല. കാരണം ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ് അവിടെ ഉണ്ടാകുന്നില്ല. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ റോ മെറ്റീരിയൽസ് ബൈ ചെയ്യാം. കാരണം വി ഹാവ് എ ലോട്ട് ഓഫ് മണി ദാറ്റ് ഈസ് ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈലി ലിക്വിഡാണ്. അതുകൊണ്ട് അവിടെ സ്റ്റോക്ക് ഔട്ട് വരുന്നില്ല, അതിൻ്റെ റിസ്ക് ഇല്ല. പ്രൊഡക്ഷൻ നിൽക്കുന്നില്ല, അവിടുത്തെ റിസ്ക് ഇല്ല. കാരണം റോ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉള്ളത് കൊണ്ടും ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടും അവിടെ ബിസിനസ്സിന് പ്രധാനമായിട്ടൊരു ലോസ് ഒന്നും സംഭവിക്കുന്നില്ല. നോ ലോസ് ഓഫ് ബിസിനസ് ആസ് ദർ ഈസ് സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലിക്വിഡിറ്റി, ഹൈ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴിയായിട്ടുള്ള മെറിറ്റ്. സോ ലോവർ റിസ്ക് ഡ്യൂ ടു ഹൈ ലിക്വിഡിറ്റി. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ ഹൈ ലിക്വിഡ് ആണെങ്കിൽ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റ് ഒരുപാട് ഹയർ ലെവൽ ഓഫ് കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ലോവർ റിസ്ക് ആണ്. ഇതാണ് മെറിറ്റ്സ്. ഇനി ഹയർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്താലത്തെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ഗ്രേറ്റർ ലിക്വിഡിറ്റി ഇൻവോൾവ്സ് കോസ്റ്റ് ഓൾസോ. ഈ ഒരുപാട് പണം നമ്മൾ ലിക്വിഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് കോസ്റ്റുകൾ ഇൻക്വയർ ചെയ്യുന്നുണ്ട്. എന്താണ്? ദാറ്റ് മീൻസ് ഹ്യൂജ് മണി ഈസ് ബ്ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്.
നമുക്കറിയാം കറണ്ട് അസറ്റിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫിക്സഡ് അസറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും തമ്മിലുള്ള വ്യത്യാസം. നമ്മളുടെ പണം ഫിക്സഡ് അസറ്റിലാണ് നിക്ഷേപിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും, കറണ്ട് അസറ്റിൽ വളരെ തുച്ഛമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഒരുപാട് ആവശ്യത്തിൽ കൂടുതൽ പണം നമ്മൾ കറണ്ട് അസറ്റിൽ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ് ഈസ് ഐഡിൽ. കാരണം ഫിക്സഡ് അസറ്റിൽ പണം നിക്ഷേപിച്ചാൽ ഹയർ റിട്ടേൺ തന്നെ നമുക്ക് കിട്ടുക, ക്യാപിറ്റൽ അപ്രീസിയേഷൻ അടക്കം നമുക്ക് ഹയർ റിട്ടേൺ കിട്ടും. അതേസമയം കറണ്ട് അസറ്റിൽ പണം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള, അപ്പോൾ കമ്പയറിങ് ടു ദോസ് മണി വിച്ച് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ ഐഡിയലായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. സോ അതർ ആക്ടിവിറ്റീസ് വിൽ സഫർ. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റൊന്നും കാര്യമായിട്ട് കിട്ടില്ല. കാരണം കറണ്ട് അസറ്റിൽ എല്ലാ പണവും നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ധാരാളമായിട്ട് കിട്ടുന്ന രീതിയിലൊരു ഫിക്സഡ് അസറ്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണം വരില്ല. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി വിൽ സഫർ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സോ ലോവർ റിട്ടേൺ ഡ്യൂ ടു ഹൈ ലിക്വിഡിറ്റി. അപ്പോൾ ഹൈ ലിക്വിഡിറ്റി അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ ഹൈ ലെവലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയായിട്ട് ലോവർ റിസ്ക് ആണെങ്കിലും ലോവർ റിട്ടേൺ ആണ് അവിടെ വരുന്നത്. ലോവർ റിസ്ക് ആണ്, ലോവർ റിട്ടേണും ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഹൈ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി, കൂടുതൽ കറണ്ട് അസറ്റ് ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി ലോവർ റിസ്ക് ആണ്, പക്ഷേ ലോവർ റിട്ടേണും ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ കറണ്ട് അസറ്റ് ലോ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയായിട്ടുള്ള മെറിറ്റ് എന്തൊക്കെയാണ്, ഡിമെറിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കറണ്ട് അസറ്റ് കുറച്ച് ലോ ലെവലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണം മാത്രമേ നമ്മൾ കറണ്ട് അസറ്റിൽ നിക്ഷേപിക്കുന്നുള്ളെങ്കിൽ, ലെസ് റിസോഴ്സസ് ഇൻ ഐഡിൽ കറണ്ട് അസറ്റ്, പ്രോഫിറ്റബിലിറ്റി വിൽ ഇംപ്രൂവ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പണം മാത്രമേ നമ്മൾ കറണ്ട് അസറ്റിൽ നിക്ഷേപിക്കുന്നുള്ളൂ, ബാക്കി കൂടുതൽ നമ്മൾ ഫിക്സഡ് അസറ്റിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. സോ പ്രോഫിറ്റബിലിറ്റി വിൽ ഇംപ്രൂവ്. സോ ലോ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴിയായിട്ട് ഹയർ റിട്ടേൺ നമുക്ക് കിട്ടുന്നു. ഫേം മെയിൻറ്റെയിൻസ് ലോ ലെവൽ ഓഫ് കറണ്ട് അസറ്റ് ലോ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴി ഡിമെറിറ്റ് എന്തൊക്കെയാണ്? മറ്റതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. റിസ്ക് ഉണ്ടാവും, റിസ്ക് ഓഫ് ക്യാഷ് ആൻഡ് ഇൻവെൻറ്ററി സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവും. ഫേം കനോട്ട് പേ ബിൽ ഇൻ ടൈം. പ്രൊഡക്ഷൻ ഇൻട്രപ്റ്റഡ് ആകും ബിക്കോസ് നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ടാവും. സെയിൽസ് വിൽ ബി ലോസ് ഡ്യൂ ടു സ്റ്റോക്ക് ഔട്ട് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ലോ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് ഹയർ റിസ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ, കറണ്ട് അസറ്റ് നമ്മൾ കുറവാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ലിക്വിഡിറ്റി അവിടെ കുറവാണ്. ലിക്വിഡിറ്റി കുറവാകുമ്പോൾ തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു? പ്രധാനമായിട്ടും ലിക്വിഡിറ്റി കുറയുമ്പോൾ തന്നെ അവിടെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്, ലിക്വിഡിറ്റി കുറയുന്നു, കറണ്ട് അസറ്റ് ഇവിടെ കുറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി കുറയുന്നു അല്ലേ? പ്രോഫിറ്റബിലിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? പ്രോഫിറ്റബിലിറ്റി കൂടുന്നു. റിസ്കിന് എന്ത് സംഭവിക്കുന്നു? റിസ്ക്കും കൂടുന്നു. കാരണം കുറച്ച് പണം മാത്രമേ കറണ്ട് അസറ്റിൽ ലോക്ക് ചെയ്തിട്ടുള്ളൂ, ലിക്വിഡിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ റിസ്ക് എലമെൻറ്റ് കൂടുതലാണ്. പ്രോഫിറ്റബിലിറ്റി നമുക്ക് കൂടും, കാരണം റിസ്ക് കൂടുന്നതനുസരിച്ച് പ്രോഫിറ്റബിലിറ്റിയും കൂടും. അതേസമയം കറണ്ട് അസറ്റിൽ നമ്മൾ കൂടുതൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലോ ലിക്വിഡിറ്റി കൂടും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? റിസ്ക് കുറയും, കാരണം ഹൈലി ലിക്വിഡാണ്, പക്ഷേ പ്രോഫിറ്റബിലിറ്റിയും അതേപോലെ തന്നെ കുറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, കൂടുതൽ കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയായിട്ട് റിസ്ക് കുറയ്ക്കാം, പക്ഷേ പ്രോഫിറ്റബിലിറ്റി കുറയുന്നു. കുറവ് കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴിയായിട്ട് റിസ്ക് കൂടുന്നു, പക്ഷേ പ്രോഫിറ്റബിലിറ്റിയും കൂടുന്നു. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്, ഒപ്റ്റിമം ലെവൽ ഓഫ് മണി വിച്ച് ഈസ് ടു ബി ലോക്ക്ഡ് അപ്പ് ഇൻ കറണ്ട് അസറ്റ്സ്. ആ ഒരു എമൗണ്ട് ഓഫ് മണി എന്ന് പറയുന്നത് നമുക്കൊരു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയും അത്യാവശ്യം ഉണ്ടാവണം, ലിക്വിഡിറ്റിയും അത്യാവശ്യം ഉണ്ടാവണം, പ്രോഫിറ്റബിലിറ്റി അത്യാവശ്യം ഉണ്ടാവണം, റിസ്ക്കും ഒരുപാട് ഉണ്ടാവാതെ ഒരു ബാലൻസ്ഡ് ഇൻ നേച്ചർ ആയിരിക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്രധാനമായിട്ടും പ്ലാൻ ചെയ്യാൻ. അപ്പോൾ അവിടെ വരുന്നൊരു ടേമാണ് ഈ കോസ്റ്റ് ട്രേഡ് ഓഫ് എന്ന് പറയുന്നത്. ദർ ആർ 2 components ഓഫ് മെയിൻറ്റെയിനിങ് എ പർട്ടിക്കുലർ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. നമുക്ക് എത്രത്തോളം കറണ്ട് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, എത്രത്തോളം പണം നമ്മൾ കറണ്ട് അസറ്റിൽ ലോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് സംസാരിക്കണമെങ്കിൽ നമുക്ക് 2 കൺസെപ്റ്റുകൾ അറിഞ്ഞിരിക്കണം: കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഓർഡർ ടു സെലക്ട് ആൻ ഒപ്റ്റിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്, ദ ഫേം മസ്റ്റ് ബാലൻസ് ദി കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ടേമും ഇല്ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ടേമുമാണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ആവശ്യത്തിന് പണം കയ്യിലുണ്ട്, ലിക്വിഡാണ്. ഇല്ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇല്ല. ഇത് രണ്ടും ഒരു കോസ്റ്റ് ഇൻക്വയറി ചെയ്യുന്നുണ്ട്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിലേറെ പണം നമ്മുടെ കയ്യിലുണ്ട്, ലിക്വിഡായിട്ട് ഹൈലി ലിക്വിഡായിട്ടാണെങ്കിൽ അതൊരു കോസ്റ്റ് ഉണ്ട്. അതേപോലെ ആവശ്യത്തിന് പണം കയ്യിലില്ലെങ്കിൽ അവിടെ ഒരു കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയും കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റിയും തമ്മിലൊരു ബാലൻസിങ് പോയിന്റിലെത്തുമ്പോൾ അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ നിക്ഷേപം എത്രയാണോ ആ ഒരു തുകയാണ് നമ്മൾ കറണ്ട് അസറ്റിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് നോക്കാം. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലേറെ പണം വർക്കിംഗ് ക്യാപിറ്റലായിട്ടുണ്ട്, കറണ്ട് അസറ്റിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുമൂലം നമുക്കൊരു കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ കോസ്റ്റാണ് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഫണ്ട് ബ്ലോക്ക്ഡ് ഇൻ എക്സസീവ് കറണ്ട് അസറ്റ്. ആവശ്യത്തിലേറെ പണം വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കറണ്ട് അസറ്റിൽ ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫിക്സഡ് അസറ്റുകളിലൊക്കെ നിക്ഷേപിച്ച് കിട്ടേണ്ടിയിരിക്കുന്ന ഒരു ഹയർ റിട്ടേൺ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ആ നഷ്ടമായി പോകുന്ന റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് കറണ്ട് അസറ്റ്, കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. If firm have too much liquidity, firm's rate of return on total asset will suffer. The funds blocked in idle cash and excess inventory earn nothing. ആവശ്യത്തിലേറെ പണം കറണ്ട് അസറ്റിലും സ്റ്റോക്കിലും ഇൻവെൻട്രിയിലും ഒക്കെ വെറുതെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു റിട്ടേണും കിട്ടുന്നില്ല. ആ പണമൊക്കെ സത്യം പറഞ്ഞാൽ ഫിക്സഡ് അസറ്റിലൊക്കെ നിക്ഷേപിച്ച് കൂടുതൽ റിട്ടേൺ കിട്ടേണ്ടതായിട്ടുള്ള പണം നമ്മൾ വെറുതെ ഇവിടെ ഐഡിൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് ഇവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. സോ റിസീവബിൾസ് ദാറ്റ് ആർ too large also reduce profitability due to longer collection period and bad debt losses. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറണ്ട് അസറ്റിലുള്ള നിക്ഷേപം കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി. ഇൻ ഷോർട്ട്, വെൻ ലെവൽ ഓഫ് കറണ്ട് അസറ്റ് ഈസ് ഇൻക്രീസ്ഡ്, കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഓൾസോ ഇൻക്രീസ്ഡ്. അപ്പോൾ നിക്ഷേപം, കറണ്ട് അസറ്റിലുള്ള നിക്ഷേപം കൂടിയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയും കൂടും, ഇൻക്രീസ് ചെയ്യും. വെൻ ലെവൽ ഓഫ് CA കറണ്ട് അസറ്റ് ഇൻക്രീസ്, കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഓൾസോ ഇൻക്രീസ്ഡ്. കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി അപ്പോൾ നമുക്കിവിടെ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന് പറയാം അല്ലേ. കറണ്ട് അസറ്റ് കൂടിയാൽ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയും കൂടും, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയും കുറയും. ഇനി കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റിയുടെ കേസ് പറയാം. The cost of having too little investment in current asset is called cost of illiquidity. കുറച്ച് പണം മാത്രം കറണ്ട് അസറ്റിൽ ലോക്ക്ഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് കോസ്റ്റ് ഇൻക്വയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. എന്താണ്? ഫേം കനോട്ട് പേ ബിൽ ഇൻ ടൈം, നമുക്ക് ഫൈനും മറ്റു കാര്യങ്ങളൊക്കെ വരും. ദിസ് മേ കോസ് ഫേം ടു പേ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു പ്രൊക്യൂർ എമർജൻസി ഫണ്ട്. ഇറ്റ് മേ ഓൾസോ അഫക്ട് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി ഫേം. റിസ്ക് ഓഫ് ക്യാഷ് ആൻഡ് ഇൻവെൻട്രി സ്റ്റോക്ക് ഔട്ട്. പ്രൊഡക്ഷൻ മേ ബി ഇൻട്രപ്റ്റഡ് ഡ്യൂ ടു നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. ഇങ്ങനെ പല പല വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് പണം കറണ്ട് അസറ്റിൽ നിക്ഷേപിച്ചില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഇൻകർ ചെയ്യേണ്ടി വരുന്ന എക്സ്ട്രാ കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. ഇൻ ഷോർട്ട്, വെൻ ലെവൽ ഓഫ് കറണ്ട് അസറ്റ് ഈസ് ഡിക്രീസ്ഡ്, കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇവിടെ ഒരു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. CA കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എങ്ങനെയാണ്? കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇവിടെയോ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി, കറണ്ട് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പ് ഇവിടെ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇൻ ഓർഡർ ടു സെലക്ട് ആൻ ഒപ്റ്റിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്, ദ ഫേം മസ്റ്റ് ബാലൻസ് ദ കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി. അപ്പോൾ പ്രധാനമായിട്ടും ഇത് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി കർവാണ്, ഇത് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി കർവാണെന്ന് കരുതിക്കോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഈ കർവ് തമ്മിൽ മീറ്റ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മളുടെ കറണ്ട് അസറ്റ് എത്രയാണോ ഉള്ളത്. സോ ദിസ് ഈസ് കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി കർവ്, ദിസ് ഈസ് കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി കർവ്. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ദീസ് ടു കർവ്സ് വിൽ ഇൻ്റർസെക്റ്റ്. ആ ഒരു പോയിന്റിൽ എത്രത്തോളം കറണ്ട് അസറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം കറണ്ട് അസറ്റ് വേണം, അത്രയും തുക മാത്രം കറണ്ട് അസറ്റിൽ നമ്മൾ നിക്ഷേപിക്കുക. അപ്പോഴാണ് അത് മിനിമം കോസ്റ്റിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. മിനിമം കോസ്റ്റിൽ നമുക്ക് ഈ ഒരു എമൗണ്ടിലുള്ള ഈ ഒരു പോയിന്റിലുള്ള അത്രയും തുക നമ്മൾ കറണ്ട് അസറ്റിൽ നിക്ഷേപിക്കുക, വർക്കിംഗ് ക്യാപിറ്റലായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റിയും കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റിയൊക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. ഒരു
പർട്ടിക്കുലർ പ്രോപ്പർ ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത്. കോസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി എന്താണെന്നും കോസ്റ്റ് ഓഫ് ഇല്ലിക്വിഡിറ്റി എന്താണെന്നും അതിൻ്റെ കോസ്റ്റ് ട്രേഡ് ഓഫ് എന്താണെന്നും പിന്നെ ലിക്വിഡിറ്റി വേഴ്സസ് പ്രോഫിറ്റബിലിറ്റി എന്താണെന്നും വർക്കിംഗ് ക്യാപിറ്റൽ പോളിസി എന്താണെന്നും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ എന്താണെന്നും ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ക്ലിയർ ടു യു. താങ്ക് യു.